കാശി ഗ്രൗണ്ടിലെ ബെഞ്ചിലിരിക്കുകയാണ്. അവൻ്റെ കാൽ സിമൻ്റ് ബെഞ്ചിൽ ചങ്ങലയാൽ ബന്ധിച്ചിരുന്നു. ദുർഗയെ ദൂരെ നിന്ന് കണ്ടതും അവൻ്റെ ഹൃദയം തുടിക്കുന്ന പോലെ. അറിയാതെ അവൻ്റെ പഴയ മനോഹരമായ പുഞ്ചിരി ചുണ്ടിൽ തെളിഞ്ഞു വന്നു. എന്തേ വൈകി ഡോക്ടർ? അവൾ അടുത്തെത്തിയതും കാശി ചോദിച്ചുപോയി. എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ? ദുർഗ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അവനൊന്ന് മൊഴി. എന്തേ അനുപമയെ പ്രതീക്ഷിക്കാത്തെ? ദുർഗയുടെ ചോദ്യത്തിൽ കാശി ഒന്ന് പതറി. അറിയാം, പക്ഷേ എന്താ അറിയില്ല, എൻ്റെ ഹൃദയം നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൻ എങ്ങോട്ടോ നോട്ടമിട്ടുകൊണ്ട് പറഞ്ഞു. എന്താ കാര്യം കാശിനാഥ്? എന്താ ഒരു ടെൻഷൻ പോലെ? ദുർഗ അവനിരിക്കുന്ന ബെഞ്ചിൻ്റെ അറ്റത്തായിരുന്നു. അനു കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു. ഭ്രാന്തനായ കാശിയെ വേണ്ട എന്ന് തോന്നിക്കാണും. എന്താ സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല ഡോക്ടർ. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. അവൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി നിറഞ്ഞു. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു ഡോക്ടർ. നീയും എപ്പോഴെങ്കിലും എന്നെ ഉപേക്ഷിച്ചു പോയാൽ? അവൻ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്നെ ഉപേക്ഷിക്കാത്തിടത്തോളം ഞാനും നിന്നെ ഉപേക്ഷിച്ചു പോവില്ല കാശി. നീ നോക്ക്, എൻ്റെ ഈ അവസ്ഥ എല്ലാം വെൽ പ്ലാനഡ് ആണ്. ഇപ്പോൾ നോക്ക്, എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ. ആരൊക്കെയോ ചേർന്ന് എന്നെ ഒതുക്കാൻ നോക്കുകയാണ്, തളർത്തി കിടത്താൻ നോക്കുകയാണ് ഡോക്ടർ. മനസ്സിലാകുന്നുണ്ട് കാശി, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളുടെ ചെറിയച്ഛൻ്റെ കൂടെ കഫയിൽ വെച്ച് നാസർ ഡോക്ടറെ കണ്ടോ ഡോക്ടർ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അയാളാണ് ഇതിൻ്റെ പിറകിൽ, എനിക്കറിയാം. കാശിയുടെ ശബ്ദം ഉയർന്നതും ദുർഗ വെപ്ലാളത്തോടെ ചുറ്റും നോക്കി. മെല്ലെ പറയൂ, ആരെങ്കിലും കേൾക്കൂ കാശി. എനിക്കൊരുപാട് സ്വത്തുണ്ട്, അത് കൈക്കലാക്കാൻ അയാൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ജീവിക്കണം ഡോക്ടർ. എൻ്റെ കൂടെ നിൽക്കുമോ? എന്നെ തനിച്ചാക്കി പോവല്ലേ പ്ലീസ്. അവൻ ഇമോഷണലായിപ്പോയി. ഞാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്ന ഓരോ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാം ശ്രദ്ധിക്കാം ഡോക്ടർ. എന്നെ രക്ഷിക്കണേ. എനിക്ക് ചുറ്റും ശത്രുക്കളാണ്. പ്ലീസ്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാശി. ആരെന്ത് തന്നാലും കഴിക്കരുത്, വെള്ളം വാങ്ങി കുടിക്കരുത്, ടാബ്ലറ്റ് കഴിക്കരുത്. ഞാൻ ശ്രദ്ധിക്കാം ഡോക്ടർ. അവൻക്ക് രക്ഷപ്പെടാനുള്ള അവസരം വന്നെത്തി എന്നറിഞ്ഞതും അവന് വെപ്രാളം കൂടി. അപ്പോൾ എനിക്കുള്ള ഭക്ഷണം, വെള്ളം എല്ലാം? അവൻ ദുർഗയെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. എല്ലാം ഞാൻ തരാം. ഞാൻ തരുന്നതല്ലാതെ ആര് തന്നാലും ഒന്നും കഴിക്കരുത്. അപ്പോൾ ഇഞ്ചക്ഷൻ? അതും ഞാൻ നോക്കിക്കൊള്ളാം. ഡോക്ടർ വരുന്നുണ്ട് കാശി, നമുക്ക് സംസാരം നിർത്താം. ദുർഗ ഡോക്ടർ ഷാഹുൽ വരുന്നത് കണ്ടതും വേഗം ഐഡിയ മാറ്റി. കാശി തലയും താഴ്ത്തി ഭ്രാന്തൻ്റെ റോളിൽ തന്നെ ഇരുന്നു. എന്താ കാശിനാഥ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ഉറക്കെ തന്നെ ചോദിച്ചു. കാശിയും അതിനനുസരിച്ച് മറുപടി നൽകി. ഡോക്ടർ ദുർഗ, കാശിനാഥിനുള്ള മെഡിസിന് സമയമായി. ഇയാളെ റൂമിലേക്ക് കൊണ്ടുപോകട്ടെ? ശരി. ദുർഗ കാശിയെ ഒന്ന് നോക്കി നടന്നു നീങ്ങി. സ്റ്റാഫ് അവൻ്റെ ചങ്ങല അഴിച്ചു. കാശി അവനെ ഉപദ്രവിക്കും പോലെ അഭിനയിച്ച് അവർക്ക് പിറകെ നടന്നു. നമ്മൾ എന്തു ചെയ്യും നാസർ? ഞാൻ പറഞ്ഞില്ലേ മഹാദേവ, ഇത് അത്ര ഈസിയല്ല എന്ന്. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ഡേഞ്ചർ. കാശിയുടെ ടെസ്റ്റ് പുറത്ത് ലാബിൽ നിന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ റൂൾസ് പോലും അവൾ ഫോളോ ചെയ്യുന്നില്ല. റിയലി? അതെ മഹാദേവ, ഞാൻ ആലോചിക്കുന്നത് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ്. നോ ഡോക്ടർ, അത് വേണ്ട. ഏട്ടത്തിക്ക് അവളെ സംശയമുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. എന്താ മഹാദേവൻ നിൻ്റെ ഉദ്ദേശം? ഞാൻ എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചത് അത് ഞങ്ങളുടെ ശത്രു തന്നെ ചെയ്യും. എന്താ ഇപ്പോൾ മനസ്സിലായോ മിസ്റ്റർ നാസർ? അയാൾ കുടിലതയോടെ തലയാട്ടി. പിന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഇരുവരും ഉറക്കെ ചിരിച്ചു. സുനന്ദ ഡോക്ടർ നാസറിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. നോക്ക് ഡോക്ടർ, ദുർഗ ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കാശിയുടെ അടുത്ത് അവൾ വരരുത്. അതെനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ പഴയകാല ശത്രുക്കളാണവർ. എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ അവൾ എൻ്റെ കുട്ടിയുടെ കൂടെ കൂടില്ല. ഞാൻ ശ്രദ്ധിക്കാം മിസ്സിസ് സദാശിവൻ. താങ്കൾക്ക് യാതൊരുവിധ ടെൻഷൻ്റെയും ആവശ്യമില്ല. ഡോക്ടർ നാസർ മഹാദേവന് വേണ്ടിയുള്ള ജോലി തുടങ്ങി. സുനന്ദയ്ക്ക് യാതൊരുവിധ സംശയവും നൽകാതെ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു.
വാവ്, മാമൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ. കണ്ടേ, നമ്മൾ നട്ട തുളസിത്തായി മാമൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 ഇല കൂടി വന്നല്ലോ അല്ലേ? ദുർഗ അച്യുതൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്. അയാളും അത് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അധിക സമയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇതിലാണ്. അത് അയാളുടെ മാനസിക ബുദ്ധിമുട്ടിന് ശമനം നൽകുന്നുമുണ്ട്. ദുർഗ അച്യുതനുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സുനന്ദ അവളുടെ അടുത്തേക്ക് വന്നത്. ദുർഗ. സുനന്ദയുടെ വിളി വന്നതും ദുർഗ തിരിഞ്ഞു നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു. നോക്ക്, നിന്നെ ഇനി എൻ്റെ കാശിയുടെ അടുത്ത് കാണരുത്, മനസ്സിലായോ? എനിക്ക് നിന്റെ ട്രീറ്റ്മെൻറ്റിൽ വിശ്വാസമില്ല. അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ദുർഗ അവൾ പോകുന്നതും നോക്കി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം വിട്ട് തൻ്റെ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ഡോക്ടർ, ദുർഗ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? കാശിനാഥിൻ്റെ അമ്മ സ്ട്രിക്റ്റായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തൻ്റെ മകന് തൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന്, അവർക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്ന്, തൻ്റെ ഫാമിലി അവരുടെ ശത്രുവാണെന്ന്. ഡോക്ടർ നാസർ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചതാണ് ദുർഗയെ. അവർ ഡോക്ടർ നാസർ പറഞ്ഞതെല്ലാം കേട്ടിരുന്നു. താൻ ആദ്യം മുതലേ കാശിനാഥിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ അഭിപ്രായത്തിൽ താൻ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അവരുടെ വീട്ടുകാർ അറിയാൻ പാടില്ല എന്ന് മാത്രം. ഓക്കെ ഡോക്ടർ, പക്ഷേ കാശിനാഥിൻ്റെ ചെറിയച്ഛൻക്കും ഞാൻ ശത്രുവല്ലേ? അദ്ദേഹം അറിഞ്ഞാൽ? ദുർഗ പുച്ഛം ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ. ഓഹോ, ശത്രുവിനെ ഉപയോഗിക്കുന്നവൻ തന്നെയാണ് യഥാർത്ഥ ശത്രു. ദുർഗ മനസ്സിലായി പറഞ്ഞു. ശരി ഡോക്ടർ. ദുർഗ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഡോക്ടർ നാസറിൻ്റെ ചുണ്ടിൽ നിഗൂഢത നിറഞ്ഞ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ദുർഗക്ക് തൻ്റെ ദൗത്യം വിജയത്തിലേക്ക് ഉള്ളതാണെന്ന ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത്. അവൾ ഡോക്ടർ നാസറിൻ്റെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. കാശിനാഥിനുള്ള മെഡിസിന് റെഡിയാക്കിയിട്ടുണ്ട് ഡോക്ടർ. മെഡിസിൻ ട്രേ കയ്യിൽ പിടിച്ച് ദുർഗയുടെ മുന്നിൽ വന്നു നിന്ന് നഴ്സിനെ ഒന്ന് നോക്കി അവൾ നെടുവീർപ്പിട്ടു. ബെഡ് നമ്പർ 150-ലെ പേഷ്യൻറ്റിനുള്ള മെഡിസിൻ റെഡിയാക്കൂ. ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം. അവൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കൊടുക്കുന്ന പോലെ പറഞ്ഞു. ഓക്കെ ഡോക്ടർ. നഴ്സ് കാശിയുടെ മെഡിസിൻ ട്രേ അവിടെ വെച്ച് തിരിച്ചുപോയി. സുഗുണ, ഈ ട്രേയുമായി വരൂ, ദുർഗ പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു. ബാക്കിലായി സുഗുണനും. കാശി കണ്ണു തുറന്നു കിടക്കുകയാണ്. ആരോ വരുന്നത് അറിഞ്ഞതും അവൻ ഉറക്കം നടിച്ചു കിടന്നു. താൻ പോയിക്കൊള്ളൂ, ഞാൻ മെഡിസിൻ നൽകാം. ദുർഗ കൂടെ വന്ന സുഗുണനെ പറഞ്ഞു വിട്ടു. കാശിയുടെ കണ്ണുകൾ പരിശോധിച്ചു. BP നോക്കാനെന്ന വ്യാജേന കാശിയുടെ അടുത്തേക്ക് നിന്നു. ഞാൻ തരുന്ന ടാബ്ലറ്റ് കഴിക്കുന്ന രീതിയിൽ അഭിനയിച്ച് അതെല്ലാം എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടോളൂ. ക്യാമറയുണ്ട്, വിഷ്വൽസ് കാണും, സൗണ്ട് കേൾക്കില്ല. ദുർഗയുടെ വാക്കുകൾ കേട്ടതും കാശി കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിക്കിടന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റിരുന്നു. അവൾ പറഞ്ഞതിലും ഭംഗിയായി അഭിനയിച്ചു അവൻ. ഡോക്ടർ ഷാഹുൽ തൻ്റെ കണ്ണ് ഡോക്ടർ ദുർഗയിൽ എപ്പോഴും വേണം. അവരെ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. കാശിയുടെ റൂമിലെ CCTV വിഷ്വൽസ് നോക്കിക്കൊണ്ട് ഡോക്ടർ നാസർ പറയുകയാണ്. ദുർഗ അവളുടെ ഫ്രണ്ട് ഡോക്ടർ ശ്രീജ മുഖേനയാണ് കാശിക്ക് ഇതുവരെ കൊടുത്ത മെഡിസിൻ ഡീറ്റെയിൽസ് അറിയാൻ ഏൽപ്പിച്ചത്. രാത്രിയിലെ മരുന്ന് കാശി വായയിൽ ഒളിപ്പിച്ച് വെച്ച് നഴ്സ് പോയ ഉടനെ വാഷ്റൂമിൽ പോയി തുപ്പിക്കളയുകയാണ് ചെയ്തത്. ഓരോ ദിവസം കഴിയും തോറും മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിലാണ് കാശിയുടെയും ദുർഗയുടെയും അഭിനയം. ദുർഗ, താൻ സംശയിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിന് നൽകിയ മരുന്നുകൾ ബ്രെയിനിനെ തളർത്തുന്നത് തന്നെയാണ്. കാശിനാഥിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ മരണം സംഭവിച്ചിരുന്നു. പക്ഷേ അവർ കാശിയെ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് BPയിലുള്ള മാറ്റം. ഡോക്ടർ ശ്രീജ ദുർഗയ്ക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ഹലോ, ആ മോളെ, നീ ഉറങ്ങിയില്ലേ? അവിടെ ഇപ്പോൾ 2 മണി കഴിഞ്ഞു കാണുമല്ലോ. ഇല്ല ചെറിയമ്മ, എനിക്ക് ഉറക്കം വരുന്നില്ല, അതാ ഞാൻ വിളിച്ചത്. എന്തേ മോളെ, കാശിക്ക് എന്തെങ്കിലും? അതെ ചെറിയമ്മ, ഞാൻ ഇന്നലെ സംശയം പറഞ്ഞിരുന്നില്ലേ, അത് സത്യമാണ്. കാശിക്ക് ഇതുവരെ കൊടുത്ത മെഡിസിൻ എല്ലാം ഭ്രാന്ത് മാറാനുള്ളതല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബ്രെയിന് തളർത്താനുള്ളതാണ്. ഇനിയും അത് തുടർന്നാൽ അദ്ദേഹം തളർന്നു പോകും. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. എന്താ മോളെ നീ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദുർഗയുടെ വാക്കുകൾ കേട്ടതും നിർമ്മലയ്ക്ക് വെപ്രാളമായി. അത് ചെറിയമ്മയുടെ കുടുംബത്തിലുള്ള ആർക്കാണ് കാശിയോട് വിരോധമുണ്ടാകാൻ സാധ്യത?
അത് ഇപ്പോൾ നിർമ്മല ഒന്ന് ചിന്തിച്ചു. ദേവേട്ടൻ വല്യേട്ടൻ മരിച്ച ശേഷം സ്വത്തിലധികവും കാശിയുടെ പേരിലാണ്. അവൻ മരിച്ചു പോയാൽ അതെല്ലാം ട്രസ്റ്റിന് പോകും. അതുകൊണ്ടാകും ജീവശവമാക്കി ഇടാൻ തീരുമാനിച്ചത്. നിർമ്മല തൻ്റെ ചെറിയേട്ടൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലെ സംശയം അവൾ പറയുക തന്നെ ചെയ്തു.